കുട്ടികൾ ഇന്ന് നമ്മൾ നോക്കുന്നത് മൊഡ്യൂൾ 17 ആണ്. കബീർ ആൻഡ് തിരുവള്ളുവർ. ഓക്കെ, ഇതൊരു സാഹിത്യത്തിലെ രണ്ട് പ്രധാനപ്പെട്ട കവികളാണ്, കബീറും തിരുവള്ളുവരും. അവർ രണ്ടുപേരും 15th സെഞ്ച്വറിയിൽ ജീവിച്ചിരുന്ന കവികളായിരുന്നു. അവർ കുറേ ധാരാളം സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അത് ഏതെല്ലാം രീതിയിലാണ് എന്ന് നമുക്ക് നോക്കാം അല്ലേ. ഓക്കെ, രണ്ടുപേരും രണ്ട് മതവിശ്വാസത്തിലുള്ളവരാണെങ്കിലും മാനുഷിക മൂല്യങ്ങൾക്കാണ് അവർ കൂടുതലും ഇമ്പോർട്ടൻസ് നൽകിയത്. അതേപോലെ സാമൂഹിക ഐക്യത്തിനും ആത്മീയതയ്ക്കും ഒക്കെ വഴികാട്ടികളാവുകയും ചെയ്തവരാണ്. അപ്പോൾ നമുക്ക് ആദ്യം കാബീറിനെ കുറിച്ച് നോക്കാം. എന്താ പറയുന്നത്? ഇത് രണ്ട് സെക്ഷനായിട്ടാണ് ഈ ഒരു ചാപ്റ്റർ ഉള്ളത്. അതിൽ ഫസ്റ്റ് സെക്ഷനിൽ പറയുന്നത് കാബീറിനെ കുറിച്ചും രണ്ടാമത്തെ സെക്ഷനിൽ പറയുന്നത് തിരുവള്ളുവറിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ കാബീർ എന്ന് പറയുന്നത് മതപണ്ഡിതനാണ്, സൂഫി കവിയും ഒക്കെ ആയിരുന്നു. 15ാം നൂറ്റാണ്ടിലായിരുന്നു അദ്ദേഹം ജനിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ദോഹാസ് ഭജനകളിൽ പാടുന്നുണ്ട്. ഇത് ലളിതമാണെങ്കിലും ആഴമുള്ള ആത്മീയ സത്യങ്ങളാണ് അവയെല്ലാം. അദ്ദേഹത്തിൻ്റെ ഓരോ കവിതകളും നമ്മുടെ ജീവിതത്തോട് ഇണങ്ങി നിൽക്കുന്ന രീതിയിലാണ് ഓരോ കവിതകളിലെ ഓരോ വരികളും നമുക്ക് കാണാൻ കഴിയും. ലളിതമായിട്ടുള്ളതും ആഴമായ ആത്മീയ സത്യങ്ങളും ഉള്ളതാണ്. അതിലെ സന്ദേശങ്ങൾ നമുക്ക് നൽകുന്നത് നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ നിത്യജീവിതത്തിലെ പല കാര്യങ്ങളിലൂടെയും ഉപമിച്ചാണ് അദ്ദേഹം ഈ ഒരു കാവ്യങ്ങളെല്ലാം എഴുതുന്നത്. അതിൽ ആ ഓരോ വരികളിലും നമുക്ക് കാണാൻ കഴിയുന്നത് മനുഷ്യത്വത്തെക്കുറിച്ചും അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ സ്നേഹത്തെക്കുറിച്ചൊക്കെയാണ് ആ ഒരു പരിധി അതിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത്. മതപരമായ പരിധികളിൽ പെടാത്തതുകൊണ്ട് ഹിന്ദു മതത്തിൽ മാത്രമല്ല, സിഖ് മതത്തിലും സൂഫിസത്തിലും അദ്ദേഹം ഏറെ ബഹുമാന്യനായ വ്യക്തിയായിരുന്നു. ഒരു മതത്തിൽ മാത്രമല്ല അദ്ദേഹം നിന്നിരുന്നത്. ഏതൊക്കെ മതത്തിലാണ്? സിഖ് മതത്തിലുണ്ടായിരുന്നു, സൂഫിസത്തിലും ഹിന്ദു മതത്തിലും എല്ലാത്തിലും അദ്ദേഹത്തിന് ബഹുമാന്യനായ ഒരു പദവി അദ്ദേഹം അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. ജീവിതത്തിൽ വിജയവും പരാജയവും അതേപോലെ ജനനവും മരണവും സന്തോഷവും ദുഃഖവും അല്ലെങ്കിൽ ഒരു കയറ്റമുണ്ടെങ്കിൽ അതിനൊരു ഇറക്കമുണ്ട് എല്ലാം മാറുന്നതാണ്. ഒന്നിനും ഒരു സ്ഥിരതയുമില്ല. ജീവിതം എന്നത് ഏറ്റവും അനന്തവും അല്ലെങ്കിൽ സ്ഥിരതയില്ലാത്തതുമാണെന്ന സന്ദേശം അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. നമ്മുടെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും മറ്റുള്ളവരിൽ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നും ആയതിനാൽ എല്ലാവരോടും ദയയോടും അഹങ്കാരം ഇല്ലാതെയും സംസാരിക്കുന്നത് അവർക്ക് സന്തോഷവും ആശ്വാസവും പോസിറ്റിവിറ്റിയും നൽകുമെന്നും അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെ അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഓരോ കാര്യങ്ങളും, അതായത് നേരത്തെ നമ്മൾ ഇതിന് തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞ കവിതയാണെങ്കിലും ഇഫ് എന്ന കവിതയാണെങ്കിലും ഈ ഒരു കവിതയിലാണെങ്കിലും എന്താണ് പറയുന്നത്? നമ്മുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികളുണ്ടെങ്കിലും ആ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകണം അല്ലേ. നിങ്ങൾ കുട്ടികളാണ്, നിങ്ങൾക്ക് ധാരാളം പഠിക്കാനുണ്ട്. അപ്പോൾ ആ പഠനത്തിലൂടെ പഠിച്ചു കഴിഞ്ഞ് ഇതിൽ എന്തെങ്കിലും എനിക്ക് എത്താൻ കഴിയുന്നില്ല എന്ന് ചിന്തിച്ചിരിച്ചോ ഞാനിനി എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരിക്കലും നെഗറ്റിവിറ്റി ചിന്തിക്കാൻ പാടില്ല. എന്ത് ചെയ്യണം? എനിക്കിത് കഴിയും, ഇല്ലെങ്കിൽ കഴിയുന്ന അത്ര ഞാൻ പഠിക്കും എന്ന് മനസ്സിലൊരു ഉറച്ച തീരുമാനം വേണം. ആ പഠിക്കുന്ന അത്രയും പരീക്ഷയ്ക്ക് വന്നാൽ ഞാൻ എഴുതും. അതിനി ഒരു ചാപ്റ്റർ ആയിക്കോട്ടെ 2 ചാപ്റ്റർ ആയിക്കോട്ടെ നിങ്ങൾ പഠിക്കുന്നത്, അത് അത്രയും പഠിച്ചാൽ അതെനിക്ക് എഴുതാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസം നിങ്ങളിലും വേണം. ഓക്കെ, അപ്പോൾ ഏകദേശം എന്താണ് കാബീറിൻ്റെ നമുക്ക് പറയാം. ടീച്ചർ പറഞ്ഞേ ഉള്ളൂ. അങ്ങനെ കാബീറിൻ്റെ ഈ ഒരു കവിതകളിലെല്ലാം നമുക്ക് കാണാൻ കഴിയുന്ന ജീവിതത്തിൻ്റെ പരാജയത്തെയും വിജയത്തെയും അതേപോലെ ജനനവും മരണവും, അല്ലെങ്കിൽ ഒരു കുന്നുണ്ടെങ്കിൽ അതിനൊരു ഇറക്കമുണ്ട്, അല്ലെങ്കിൽ ഉയർച്ചയുണ്ടെങ്കിൽ അതിനൊരു താഴ്ചയുണ്ട് എന്നെല്ലാം പറഞ്ഞു തരുന്ന ഒരു കവിതയാണ് അദ്ദേഹത്തിൻ്റെ കവിതകളിലെല്ലാം. ജീവിതത്തിൽ ക്ഷമയുടെ ആവശ്യകത വളരെ വലുതാണെന്ന് അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നത് ചെടികളോട് ഉപമിച്ചിട്ടാണ്. ചെടികൾക്ക് ഫലം കായ്ക്കാൻ സമയം വേണം അല്ലേ, അതിന് വേണ്ടത്ര പരിചരണവും കിട്ടണം. അതുപോലെയാണ് ജീവിതത്തിൽ ക്ഷമയും ശരിയായ കാര്യങ്ങളുടെ ക്രമീകരണവും ആവശ്യമാണെന്നാണ് അദ്ദേഹം നമ്മളോട് പറയുന്നത്. ക്ഷമ കിട്ടണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ശരിയായ രീതിയിലുള്ള ഒരു ക്രമീകരണങ്ങൾ നടത്തണമെന്നാണ് പറയുന്നത്. പിന്നെ ഭൗതിക സ്വത്തുക്കളോ ബാഹ്യരൂപങ്ങളോ അളവുകോലല്ല, മറിച്ച് മറ്റുള്ളവരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നതിലാണ് മൂല്യമെന്നും കബീറിൻ്റെ കവിതകളിലൂടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വരികളിലൂടെ നമുക്ക് അദ്ദേഹം പഠിപ്പിച്ചു തരുന്നുണ്ട്. സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കുകയും അത് ഹൃദയങ്ങൾ വളർത്തിയെടുക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ ജ്ഞാനം നേടിയവർ അല്ലെങ്കിൽ ജ്ഞാനികൾ എന്നറിയപ്പെടുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. യഥാർത്ഥ ധാരണയില്ലാതെ കുറേ പുസ്തകങ്ങൾ വായിച്ചവർ ഒരിക്കലും ജ്ഞാനികളാകുന്നില്ല. എന്താണ് പറയുന്നത്? ഒരിക്കലും നമ്മൾ ധാരാളം പുസ്തകങ്ങൾ വായിച്ചിട്ട് ഞാൻ ഇത്രയും പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, ഞാൻ വളരെ വലിയൊരു ജ്ഞാനിയാണ് എന്ന് പറയുന്നതിലല്ല കാര്യങ്ങൾ. അതിൻ്റെ ആഴം, ആ ഒരു പുസ്തകത്തിൽ എന്താണ് അടങ്ങിയിരിക്കുന്നതെന്ന് ഹൃദയത്തിൽ തട്ടി നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമ്മളൊരു യഥാർത്ഥ ജ്ഞാനിയാവുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതേപോലെ ചിലർ കഷ്ടപ്പാടിൻ്റെ സമയത്ത് ആശ്വാസം കണ്ടെത്തുവാൻ ദൈവത്തിങ്കിലേക്ക് തിരിയുകയും സന്തോഷ സമയത്ത് ദൈവത്തെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നു. സന്തോഷ നിമിഷങ്ങളിൽ ഒരു വ്യക്തിക്ക് ധ്യാനിക്കുവാൻ കഴിയുമെങ്കിൽ അവർക്ക് ആന്തരിക സമാധാനം നിലനിർത്തുന്നതും വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ തളരാതിരിക്കുവാനും സാധിക്കും. എന്താ പറയുന്നത് അവിടെ? നമ്മൾ എന്താ ചെയ്യില്ല, എപ്പോഴും എന്തെങ്കിലും വിഷമങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് എനിക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ അതിലിനി ആൻസർ ഒന്നും എനിക്ക് എഴുതാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈശ്വര ഞാനിനി എന്താ ചെയ്യേണ്ടത്, ഞാൻ ഇത്ര മെഴുകുതിരി കത്തിക്കുക, അല്ലെങ്കിൽ അമ്പലത്തിലേക്ക് ഇങ്ങനെ ഒരു നേർച്ച, അല്ലെങ്കിൽ പള്ളിയിലേക്ക് ഇന്ന ഒരു നേർച്ച എന്ന് പറഞ്ഞിടൂ അല്ലേ. പക്ഷേ നമുക്ക് സന്തോഷം കിട്ടുമ്പോഴോ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് നല്ലൊരു മാർക്ക് കിട്ടുമ്പോഴോ ഈശ്വര നീ എന്നെ കാത്തല്ലോ ദൈവമേ എന്ന് പറയാറുണ്ടോ? പലരും പറയാറില്ല അല്ലേ. പറയുന്നവരാണെങ്കിലോ അവരാണ് യഥാർത്ഥ സ്നേഹം അറിഞ്ഞിട്ടുള്ളവർ അല്ലെങ്കിൽ ആന്തരികമായി ശരിക്കും ദൈവത്തെ വിശ്വസിക്കുന്നവർ എന്ന് പറയുന്നുണ്ട്. അടുത്ത ദിവ്യ പ്രണയത്തിൻ്റെ അനുഭവം വാക്കുകൾക്കും ഭാഷയ്ക്കും അതീതമായതുപോലെ ദൈവിക സ്നേഹം ഉള്ളിൽ ആഴത്തിൽ അനുഭവപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. ഇത് പൂർണ്ണമായി വിശദീകരിക്കാനോ വിവരിക്കുവാനോ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനോ കഴിയില്ല എന്ന് ആണ് കബീർ അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെ നമ്മളോട് പറയുന്നത്. മതത്തിലല്ല മനസ്സിലാണ് ദൈവം വസിക്കേണ്ടത് എന്നും അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പോൾ കബീറിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ നോക്കുന്നത് തിരുവള്ളുവറിനെ കുറിച്ചാണ്. എന്താണ് അദ്ദേഹം പറയുന്നത്? അദ്ദേഹത്തെക്കുറിച്ചിട്ട് എന്താണ് നമുക്ക് ഈ ഒരു കഥയിൽ അല്ലെങ്കിൽ ഈ ഒരു ലേഖനത്തിൽ പറഞ്ഞു തരുന്നതെന്ന് നോക്കാം. കുറൽ എന്ന തമിഴിലെ ഒരു കൃതി എഴുതിയിരിക്കുന്ന മഹാനായ വ്യക്തിയാണ് തിരുവള്ളുവർ. അദ്ദേഹത്തെക്കുറിച്ചാണ് ഈ അടുത്ത സെക്ഷനിൽ നമ്മൾ നോക്കുന്നത്. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു തമിഴ് കവിയാണ് അല്ലെങ്കിൽ ഒരു ഫിലോസഫറാണ് നമ്മൾ ഈ പറഞ്ഞ തിരുവള്ളുവർ.
അദ്ദേഹത്തെ നമ്മൾ അറിയപ്പെടുന്നത് തിരുക്കുറൽ എന്ന് പറയുന്ന കൃതിയിലൂടെയാണ്. അതിൽ ഏകദേശം 133 അധ്യായങ്ങളിലൂടെയാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. അതിൽ ഓരോ അധ്യായങ്ങളിലും അദ്ദേഹം പറയുന്നത് ജീവിതത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ചാണ്. തിരുക്കുറൽ എന്ന് പറയുന്ന ഒരു കൃതി അത് ധാരാളം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് ധാർമ്മിക ജീവിതത്തിന് സമഗ്രമായ ഒരു വഴികാട്ടിയാണ് ഈ തിരുക്കുറൽ എന്ന് പറയുന്ന കൃതി എന്നാണ്. സത്യസന്ധമായ മാർഗ്ഗങ്ങളിലൂടെയോ തൊഴിലിലൂടെയോ സമ്പാദിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി വാഴ്പവൻ എന്നറിയപ്പെടുന്നുണ്ട് എന്നാണ് ആ ഒരു കൃതിയിൽ അദ്ദേഹം പറയുന്നത്. നേരായ മാർഗ്ഗത്തിലൂടെ സമ്പാദിക്കുന്ന ധനം ദൈവികവും നിലനിൽക്കുന്നതുമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു കർഷകൻ വയലിലെ വിളകളെ പരിപാലിക്കുന്നത് പോലെ ഒരു ഭരണാധികാരി ജാഗ്രതയോടെ പ്രവർത്തിക്കുകയും ആളുകളുടെ പ്രശ്നങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്യണം. കോപം വെച്ച് പുലർത്തുന്നതും പ്രതികാരം ചെയ്യുന്നതും ഒഴിവാക്കണം. അല്ലെങ്കിലോ അതെന്ത് ചെയ്യും? അതൊരു നെഗറ്റിവിറ്റിക്ക് കാരണമാകുമല്ലേ, അല്ലെങ്കിൽ വലിയ ഒരു ദോഷമായിരിക്കും. നമ്മൾ എവിടെയും നോക്കിക്കുക, നമ്മൾ എപ്പോഴും എല്ലായിടത്തും പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ എല്ലാത്തിനെയും ഒരു നിറഞ്ഞ ഒരു ചെറു പുഞ്ചിരിയോടുകൂടി നമ്മൾ എല്ലാത്തിനെയും സ്വീകരിച്ച് നോക്കുക. ആരെന്ത് പറഞ്ഞാലും അതിനെ ഒന്ന് ഒരു ചിരിയോടുകൂടി നമ്മളൊന്ന് കണ്ടു നോക്കൂ. എങ്കിൽ എത്രത്തോളം പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ കഴിയൂലേ. പരദൂഷണം എന്നാൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാനുള്ള ഒരു ആയുധമാക്കി കണക്കാക്കുന്നു. അപവാദം പരത്തുന്നവർ ഒടുവിൽ അതിൻ്റെ ദോഷഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെ അല്ലേ. നീതിയും ന്യായവും പാലിക്കുന്ന ഒരു ഭരണാധികാരിക്കോ നേതാവിനോ അവരുടെ ഭരണം നന്നായി നിലനിർത്തുവാൻ കഴിയും. അല്ലെങ്കിൽ അവർക്ക് എന്ത് നേടും? അവരുടെ ആ ഒരു ഭരണത്തിൽ തന്നെ അവർക്ക് ബുദ്ധിമുട്ടുകൾ നേരിടാൻ സാധ്യതയുണ്ട് അല്ലേ. പിന്നീട് അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ്, ഒരു പാചകക്കാരൻ ഉത്സാഹത്തോടെ ഭക്ഷണം തയ്യാറാക്കുന്നത് പോലെ ഒരു നേതാവ് ജനങ്ങളുടെ ക്ഷേമത്തിനായി അക്ഷീണം പ്രവർത്തിക്കുന്നവനായിരിക്കണം. അങ്ങനെയാണോ ഇപ്പോൾ ഉള്ള ഭരണാധികാരികളെല്ലാം? ഇല്ല അല്ലേ. നമുക്ക് വിരലിൽ എണ്ണാവുന്ന ഭരണാധികാരികൾ ആരെങ്കിലും നമുക്ക് അങ്ങനെ കിട്ടിയാലായില്ലേ. പക്ഷേ ഇപ്പോൾ ഉള്ള എല്ലാവരും എന്താണ്, ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരായിക്കോട്ടെ, ഏത് ഭരണാധികാരികളായിക്കോട്ടെ, എല്ലാവരും എന്താണ്, അധികാരം കിട്ടുമ്പോഴും അല്ലെങ്കിൽ പണം കിട്ടുമ്പോൾ അവരും എന്ത് ചിന്തിക്കുന്നുണ്ട്? ഞാൻ എങ്ങനെ മുന്നോട്ട് നല്ല രീതിയിൽ, അതായത് എൻ്റെ കാലം കഴിഞ്ഞാൽ എൻ്റെ മക്കൾ എങ്ങനെ മുന്നോട്ട് പോകും എന്ന് ചിന്തിച്ചിട്ടാണ് അവർ ജീവിക്കുന്നത്. കാരണം അവർക്ക് കിട്ടിയിരിക്കുന്ന പദവിയുടെ വിലയോ അല്ലെങ്കിൽ അതിൻ്റെ മൂല്യമോ ഒന്നും അവർ നോക്കുന്നില്ല അല്ലേ. അതിൽ ഏകദേശം ഒരു വിരലിൽ എണ്ണാവുന്നവരെ മാത്രമേ നമുക്ക് അല്ലാതെ കിട്ടുകയുള്ളൂ അല്ലേ. ഒരു നേതാവിന് തീരുമാനങ്ങൾ എടുക്കുന്നതിനായി വിശ്വസ്തരായ സുഹൃത്തുക്കളും ഉപദേശകരും ഉണ്ടായിരിക്കണം. ഒരു നല്ല നേതാവ് ദയയോടും ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടിയും കൂടിയായിരിക്കണം ഭരിക്കേണ്ടത്. അതല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ ആ ഒരു സമൂഹത്തിൽ പുരോഗതി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവില്ല അല്ലേ. പുരോഗതി ഇല്ലാത്ത സ്ഥലത്ത് താമസിക്കുന്നത് ഒഴിവാക്കുവാൻ അദ്ദേഹം ആളുകളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ജ്ഞാനം ഇല്ലാത്തവരിൽ നിന്നും അറിവ് തേടാത്തവരിൽ നിന്നും അകന്നു മാറുക. കാരണം എന്താണ്? ജ്ഞാനവും അല്ലെങ്കിൽ വിജ്ഞാനവും ഇല്ല എങ്കിൽ അവിടെ ഒരിക്കലും വളർച്ചയും ഉയർച്ചയും ഉണ്ടാകുന്നതല്ല എന്നാണ്. പ്രതികൂല സാഹചര്യങ്ങളും പരാജയങ്ങളും ഉണ്ടാകുമ്പോൾ സമചിത്തതയും ശാന്തതയും നമ്മൾ പുലർത്തണം. ഇല്ലെങ്കിൽ പ്രലോഭനങ്ങളും സുഖഭോഗത്തിനുള്ള അവസരങ്ങളും നേരിടുമ്പോഴും നമ്മുടെ ഉള്ളിലുള്ള പല ആഗ്രഹങ്ങളും നമ്മൾ നിയന്ത്രിക്കാനും അതേപോലെ അതിൻ്റെ പവിത്രത നിലനിർത്താനും നമ്മൾ ശ്രമിക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അനിയന്ത്രിതമായ ആഗ്രഹങ്ങൾ അത് നമ്മളെ എന്തിലേക്കാണ് നയിക്കുക? ദോഷത്തിലേക്കായിരിക്കും നമ്മളെ കൊണ്ട് എത്തിക്കുക എന്നാണ് അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെ, തിരുക്കുറൽ എന്ന കൃതികളിലൂടെ തിരുവള്ളുവർ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇനി നമുക്ക് ഇതിലുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാം ഈ ഒരു ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഇതിൽ നമുക്ക് ക്ലാസ് ആയിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സും അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടിട്ട് നോക്കണം. First question, where does Kabir find the evil in this world and what is the lesson he imparts through this observation? എന്താ പറയുന്നത്? ഈവിളിനെ ഈ ലോകത്ത് അദ്ദേഹം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണ്? നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ തെറ്റും ശരിയും ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു നല്ലതും നമ്മുടെ ഉള്ളിൽ തന്നെ, നമ്മുടെ ഉള്ളിൽ തന്നെ എന്തുണ്ടാവും? നമ്മുടെ നല്ലതെന്ന് പറയുന്നതും ഉണ്ടാവും, അല്ലെങ്കിൽ ബാഡും ഉണ്ടാവും, അല്ലെങ്കിൽ ഗുഡും ഉണ്ടാവും, ഈവിളും ഉണ്ടാവും അല്ലേ. നമുക്കറിയാം അത്. പക്ഷേ അങ്ങനെ കാബിർ എന്ത് ചെയ്തു? ഈ ഒരു ലോകത്ത് എനിക്ക് തെറ്റുകളെ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ഈവിളായിട്ടുള്ള കാര്യങ്ങളെ കണ്ടുപിടിക്കണം എന്നതിനാൽ ഒരാളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഈവിൾ ക്വാളിറ്റീസിനെ, അല്ലെങ്കിൽ ഇൻറ്റേർണലായിട്ടും എക്സ്റ്റേണലായിട്ടും ഉണ്ടാവാം. ചിലപ്പം നല്ലതായിരിക്കും, ചിലപ്പം ചീത്തതായിരിക്കും. അപ്പോൾ ആ ഒരു ക്വാളിറ്റി, ഈവിളായിട്ടുള്ളതും ഗുഡായിട്ടുള്ള ക്വാളിറ്റീസൊക്കെ ഉള്ള ഈ ഒരു ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ ഈവിൾ ക്യാരക്ടേഴ്സ് എനിക്ക് കാണണമെന്ന് ആഗ്രഹിച്ചിട്ട് അദ്ദേഹം ഈ ലോകത്തിൽ നോക്കുകയാണ്, ആരിൽ നിന്നാണ് കാണാൻ കഴിയുക എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ എന്താ സംഭവിക്കുന്നത്? ബട്ട് ഫെയിൽസ് ടു ഐഡൻറ്റിഫൈ ഇറ്റ് എക്സ്ട്രീംലി. എന്താ പറയുന്നത്? എക്സ്റ്റേണലായിട്ട് ആരുടെയും ഈവിൾ സ്വഭാവത്തെ അദ്ദേഹത്തിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അദ്ദേഹം മനസ്സിലാക്കുകയാണ്, കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മളിൽ തന്നെ ഈവിൾ എന്ന കാര്യം ഒളിഞ്ഞിരിക്കുന്നുണ്ട്, അതായത് തിന്മ എന്ന് പറയുന്നതുണ്ട്. പക്ഷേ അതൊരിക്കലും സ്ഥിരമായി നിൽക്കുന്ന ഒന്നല്ല. നമ്മൾ ഓരോ കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള സ്പിരിച്വാലിറ്റിയെയും അതേപോലെ തന്നെ നെഗറ്റിവിറ്റിയെയും പോസിറ്റിവിറ്റിയെയും എല്ലാം നമ്മൾ തിരിച്ചറിയുന്നത്. ഒരു മനുഷ്യൻ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുകയോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് മാത്രം ചിന്തിക്കുകയോ അല്ല ചെയ്യുക. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ ഹാർമണിക്ക് അനുസരിച്ചായിരിക്കും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഗുഡായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ബാഡായിട്ടുള്ള കാര്യങ്ങളെല്ലാം സംഭവിക്കുക. അപ്പോൾ അതിനെ ഇൻറ്റേർണൽ ആയിട്ടുള്ള കാര്യങ്ങളും എഫക്റ്റ് ചെയ്യും എന്നും അത് നമുക്കൊരിക്കലും നീണ്ടു നിൽക്കുന്ന ഒന്നല്ല എന്നും അദ്ദേഹം നമുക്കൊരു എന്നും മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം നമുക്കൊരു മെസ്സേജ് തരികയാണ്. ഹിസ് മെസ്സേജ് അഡ്വക്കേറ്റ്സ് ഹർ ഹ്യൂമിലിറ്റി, self-awareness and personal responsibility in the pursuit of a righteous life, echoing the universal principle that change in the world begins with change in the self. Question, how does Tiruvallur compare inner qualities to external beauty? എങ്ങനെയാണ് ഇന്നർ ക്വാളിറ്റീസിനെയും അല്ലെങ്കിൽ എക്സ്റ്റേണൽ ബ്യൂട്ടീനെയും എങ്ങനെയാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്? എങ്ങനെയാണ്? അതായത് ഇന്നർ ക്വാളിറ്റീസ് എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? അത് ഉള്ളിൽ നിന്ന് വരുന്നതാണ് അല്ലേ. അത് ഏറ്റവും ട്രൂ ആയിരിക്കും, വർത്ത് ആയിരിക്കും അല്ലേ. വൈൽ ബ്യൂട്ടി എന്ന് പറയുന്നത് ബ്ലോസം ലൈക്ക് എ ഫ്ലവർ എന്നാണ് അദ്ദേഹം പറയുന്നത്.
ഇറ്റ് ഈസ് ട്രാൻസിയൻറ്റ്. അതെന്ത് സംഭവിക്കാം, അതിന് മാറ്റങ്ങൾ വരാം അല്ലേ. പക്ഷേ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഇന്നറായിട്ടുള്ള ക്വാളിറ്റീസ് അത് എപ്പോഴും നിലനിൽക്കുന്നത് തന്നെയാണ്. അതിനൊരിക്കലും മാറ്റങ്ങൾ വരാൻ സാധിക്കില്ല. എക്സ്റ്റേണൽ ബ്യൂട്ടി എന്ന് പറയുന്നത് അത് ചിലപ്പോൾ എന്താകാം, ചിലപ്പോൾ മേ ബി ട്രാൻസിസ്റ്റ്, അത് ചിലപ്പോൾ എന്ത് ചെയ്യാം, മാറ്റങ്ങൾക്ക് വിധേയമായി. ക്യാൻ ബി ചേഞ്ച്, മേ ബി ചേഞ്ച്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഫോർ ക്വാളിറ്റീസ് ലീഡ് ടു ഡിസ്ട്രക്ഷൻ അക്കോർഡിംഗ് ടു തിരുവള്ളൂർ? എന്താ പറയുന്നത്, തിരുവള്ളൂരിൻ്റെ അഭിപ്രായത്തിൽ ഡിസ്ട്രക്ഷൻ്റെ 4 ക്വാളിറ്റീസ് എങ്ങനെയാണ് ലീഡ് ചെയ്യുന്നത്? ഇങ്ങനെയാണ്: ഹി വാൺസ് അഗെയിൻസ്റ്റ് ഡിലേ, ഫോർഗെറ്റ്ഫുൾനെസ്, ലെസിനെസ് ആൻഡ് ഇൻഡൾജൻസ് സ്ലീപ്പ്. These traits, when indulged in excessively, act like a boat that take a person to ruin. Tiruvallur emphasizes the importance of alertness, discipline and timely action to lead a successful and meaningful life. എന്താ പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ എല്ലാത്തിനും ഒരു അലേർട്ട്നെസ് അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ, ഒരു ടൈംലി ആക്ഷനാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ എല്ലാം നമ്മളെ എന്തിലേക്കാണ് നയിക്കുന്നത്, ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ജീവിതത്തിലേക്കായിരിക്കും കൊണ്ടുപോവുക എന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ലെസൺ ഡസ് തിരുവള്ളുവർ ടീച്ച് അബൌട്ട് ജഡ്ജ്മെൻറ്റ് ആൻഡ് ഹൈപ്പോക്രസി? എന്താണ് ജഡ്ജ്മെൻറ്റിനെ കുറിച്ചിട്ടും ഹൈപ്പോക്രസിയെ കുറിച്ചിട്ടും തിരുവള്ളുവർ നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണ്? തിരുവള്ളുവർ പറയുകയാണ്, നമ്മൾ മറ്റുള്ളവരെ നമ്മൾ ജഡ്ജ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ജഡ്ജ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മളെ തന്നെ ഒന്ന് ക്രിറ്റിസൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. മറ്റുള്ളവരെ നമ്മൾ ബ്ലെയിം ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഈ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന നമ്മൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഓരോന്നിനെയും കാണുന്നത് എന്നെല്ലാം നമ്മൾ സ്വയം നോക്കുന്നത് നല്ലതായിരിക്കും. എങ്കിലെന്താവും, സൊസൈറ്റി വുഡ് ബി മോർ പീസ്ഫുൾ ആൻഡ് ഇൻഡിവിജ്വൽസ് മോർ ജസ്റ്റ് ഇൻ ദർ കോണ്ടാക്ട്. എന്താ പറയുന്നത്, അവരുടെ ക്യാരക്ടറിൽ തന്നെ കൂടുതൽ നീതിമാന്മാരും ഓരോ വ്യക്തികളും വളരെ പീസ്ഫുള്ളും ആയി മാറും. നമ്മൾ നമ്മളെ തന്നെ നോക്കുക, മറ്റുള്ളവരെ നോക്കുന്നതിന് മുന്നേ നമ്മൾ നമ്മളെ ആദ്യം ക്ലിയർ ചെയ്ത് വെക്കുക എന്നാണ് പറയുന്നത്. ഇതിൽ കുറച്ചുകൂടി പാരഗ്രാഫ് ക്വസ്റ്റ്യൻസും ഉണ്ട്, അതും ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാം ഒന്ന് നോക്കണം കേട്ടോ.